അപ്പം നമുക്ക് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ ആണ്. ഓക്കെ, അപ്പം ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് വെച്ചുള്ള വ്യത്യാസം ഇവിടെ പ്ലസ്, നേരത്തെ ഇവിടെയും പ്ലസ് ആയിരുന്നു, ഇവിടെ പ്ലസ് മൈനസ് ആവും. ഓക്കെ, ഇതിൽ എ എന്ന് പറയുന്നത് വിത്തൗട്ട് ഫീഡ്ബാക്ക്, അതായത് ഫീഡ്ബാക്ക് നമ്മൾ ഓക്കെ, ബേസിക്കലി എ എന്ന് പറയുന്നത് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള ഗെയിനും, ബീറ്റ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫാക്ടറുമാണ്, അതായത് നമ്മൾ ഈ ഫീഡ്ബാക്ക് പാത്തിലുള്ള ഗെയിനാണ്. ഓക്കെ, ഇനി നോക്കുക, വി ഐനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി എസ് മൈനസ് വി എഫ് എന്ന് എഴുതാൻ പറ്റും. വി നോട്ട് ക്യാൻ ബി റിട്ടേൺ ആസ് വി ഐ ഇൻറ്റു എ, വി എഫ് ക്യാൻ ബി റിട്ടേൺ ആസ് വി നോട്ട് ഇൻറ്റു ബീറ്റ. കാരണം ഈ ഒരു നെറ്റ്വർക്ക് വരുമ്പോൾ അതിൻ്റെ ഇൻപുട്ട് വി നോട്ടും ഔട്ട്പുട്ട് വി എഫും ആണ്. ഇവിടെ ഇൻപുട്ട് വി ഐയും ഔട്ട്പുട്ട് വി നോട്ടും ആണ്. ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട് ഈസ് എ ഈസ് വി നോട്ട് ബൈ വി എ. അതിൽ നിന്നാണ് വി നോട്ട് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു വി എ എന്ന് എഴുതാൻ പറ്റുക. അതുപോലെ ഇവിടെ വി എഫ് ബൈ വി എഫ് ബൈ വി നോട്ടാണ് ബീറ്റ. ഓക്കെ, അവിടെ നിന്നാണ് വി നോട്ട് എന്ന് പറയുന്നത് എനിക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നോക്കിക്കോ, ഇനി നമ്മൾ നേരത്തെ പോലെ 3 ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. അതിൽ ഔട്ട്പുട്ട് ഇക്വേഷനെ എടുക്കും. ഔട്ട്പുട്ട് ഇക്വേഷനെ എടുത്തിട്ട് വി ഐക്ക് എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി എഫിന് ബീറ്റ വി നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഈ ഒരു പോർഷൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു. സോ ഇങ്ങനെ വരും. അപ്പോൾ വി നോട്ട് ബൈ വി എസ്, ഇവിടെ നിന്ന് വി നോട്ട് ബൈ വി എസ് എനിക്ക് കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ ഗിവിങ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്തുവാണ് ഗെയിൻ എന്ന് വെച്ചാൽ വി നോട്ട് ബൈ ദിസ് ഈസ് ഔട്ട്പുട്ട് ആൻഡ് ദിസ് ഈസ് ഇൻപുട്ട്. സോ ഇറ്റ് ഈസ് വി നോട്ട് ബൈ വി എസ്. അപ്പോൾ വി നോട്ട് ബൈ വി എസ് എനിക്ക് കിട്ടി എ ബൈ 1 പ്ലസ് എ ബീറ്റ. അപ്പോൾ ഈ നേരത്തെ എന്ന് പറയുന്ന വിത്തൗട്ട് ഫീഡ്ബാക്ക് എ ആയിരുന്നു ഗെയിൻ. ഫീഡ്ബാക്ക് കൊടുത്തതിന് ശേഷം എ ബൈ 1 പ്ലസ് ബീറ്റ ആയി ഗെയിൻ. അപ്പോൾ ഗെയിൻ എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്തു? കുറഞ്ഞു. ഗെയിൻ കുറയാൻ കാരണം എ 1 പ്ലസ് എ ബീറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം എന്താണ് ഒരു ജനറലി പറഞ്ഞ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ കേസിൽ ഗെയിൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും ബൈ എ ഫാക്ടർ ഓഫ് 1 മൈനസ് എ ബീറ്റ. വേറസ് ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ഗെയിൻ എന്ത് ചെയ്യും? ഗെയിൻ ഡിക്രീസസ് ബൈ ഫാക്ടർ ഓഫ് 1 പ്ലസ് എ ബീറ്റ. ഓക്കെ, അതങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നമുക്ക് എന്തുകൊണ്ടാണിത് ഇവിടെ ആക്ച്വലി കുറയുന്നതെന്ന് വെച്ചാൽ ഈ എയും ബീറ്റയും ഒക്കെ ഗെയിനുകളാണ്. അതായത് 100, 150, 200 ആയിരിക്കും വാല്യൂസ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എയിൻ്റെ ബീറ്റ വലിയൊരു വാല്യൂ ആണ്, പ്ലസ് 1 എഗെയിൻ വലിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ എയിന് ഒരു വലിയ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഒബ്വിയസ്ലി എന്ത് ചെയ്യും? കുറയും. പക്ഷെ അതിനെ ഡിവൈഡ് ചെയ്യുന്നത് അപ്പം 1നെക്കാട്ടി എത്രയെങ്കിലും വലിയൊരു വാല്യൂ ആണ്. പക്ഷെ 1 മൈനസ് എ ബീറ്റ ആകുമ്പോഴത്തേക്കിന് 1 മൈനസ് എ ബീറ്റയാണ്. 1 മൈനസ് എ ബിഗ് വാല്യൂ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ചെറിയ ഒരു വാല്യൂ ആയിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് എ എന്ന് പറയുന്നത് അത് കൂടും. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. സോ ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോണം.